38 കോടിയൊന്നും നമ്മളെ പറ്റിച്ചിട്ടില്ലല്ലോ. ഒരു ബിസിനസ് ഓണറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നോട് പറയാം, പ്രിയ സാഹിബേ, നിങ്ങളെ പ്രോഗ്രാമൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി, പക്ഷെ നിങ്ങളെ പ്രോഗ്രാം അല്ല എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത്. ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി. വെച്ചു കാര്യം എന്താന്ന് ചോദിച്ചപ്പോ 11 വർഷം മുമ്പ് മൂപ്പരെ പറ്റിച്ച ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. 38 കോടി രൂപ പറ്റിച്ചിട്ട് മൂപ്പര് പറഞ്ഞതെന്നറിയാം, നിനക്ക് കഴിവുണ്ടെങ്കിൽ തിരിച്ചു മേടിക്കണമെന്ന്. ഞാൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടില്ല റിയാസനെ. കഴിഞ്ഞ 11 വർഷമായിട്ട് എന്റെ പെങ്ങളും എന്റെ ഉമ്മയും എന്നോട് നിരന്തരം പറയും അയാൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. ഞാൻ ചെയ്തിട്ടില്ല, കാരണം അയാൾ എന്നെ അത്രയ്ക്കും ദ്രോഹിച്ചു. 11 വർഷം മുമ്പ് അയാൾ മരിച്ചു. അതുകൊണ്ടാണ് ഈ ഉമ്മയും പെങ്ങളും ഒന്ന് പറയുന്നത് അയാൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അയാൾ മരിച്ചില്ലേ? അയാൾ പറയാ ഞാൻ അതുവരെ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇന്നലെ എനിക്ക് എന്തോ തോന്നി. നിങ്ങളെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ അയാൾക്ക് പൊരുത്തം കൊടുത്തിട്ട് അയാളെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഹസ്ബൻഡിന് പൊരുത്തപ്പെട്ടു കൊടുത്തു കേട്ടോ, നിങ്ങൾ ഇനി അതിൽ ഇടങ്ങേറാവുണ്ടാകും. അവരൊന്നും മിണ്ടാതെ കുറെ നേരം ഫോണിൽ എന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടായിരുന്നു. അവരൊന്നും തിരിച്ചു പറഞ്ഞില്ല. അത്രേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. ഞാൻ 11 വർഷത്തിന് ശേഷം ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയത്. നമുക്കൊന്നും പലപ്പോഴും ഉറക്കം കിട്ടാത്തതിന്റെ ചില കാരണങ്ങളിൽ ഒരു കാരണം എവിടെയൊക്കെയോ ഈ പറയുന്ന ഒരു ഇടങ്ങേറ് കിടപ്പുണ്ട്. അത് നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്തിനെ ബാധിക്കുക. അതാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും സ്പിരിച്വൽ ഹെൽത്തിനെയും ബാധിക്കുന്നത്. ഇതാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാതെ നമ്മളെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്.